ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ ബ്രെഡും മുട്ടയും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ഇട്ടിട്ടൊരു റെസിപ്പിയാണ്. വേറൊന്നുമല്ല, ബ്രെഡ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനിവിടേക്ക് ഒരു 5 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, 3 മുട്ടയും വെച്ചിട്ടുണ്ട്. ഞാൻ പാല് വന്നിട്ട് 1 കപ്പാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ അത് പോരാ, ഇതിൽ നിന്ന് കുറച്ചും കൂടെ വേണം. ഓക്കെ, അപ്പം ഞാൻ അളക്കുന്നില്ല, ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന കാണിക്കാം. അത്രയും പാലെടുത്തു, അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഉണ്ടല്ലോ, 2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഉപ്പെന്ന് പറയുമ്പോൾ നുള്ളി എടുക്കണ്ട, നമ്മുടെ കൈ കൊണ്ട് എടുക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത്രയും ഉപ്പ്. ഓക്കെ, ഈ പിങ്ക് കളർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹിമാലയൻ റോക്ക് സാൾട്ട് പൗഡറാണ്. അതിലേക്ക് ഇനി ഇത്ര ഇട്ടല്ലോ, ഇട്ടതിൽ ഇനി 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഓക്കെ, ഇത് കഴുകിയതാണ്. ഇതിൻ്റെ കോഴിയുടെ കാഷ്ടം ഈ മുട്ടയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പേടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒന്നും അതിലില്ലാതിരിക്കാൻ കഴുകിയെങ്കിലും എനിക്കൊരു മനസ്സമാധാനം ഇല്ല. പിന്നെ ഈ കിടക്കണം എന്താണെന്ന് നോക്കട്ടെ, അതിന് കൂടി എടുത്ത് കളയാൻ പറ്റും നോക്കട്ടെ. ഇല്ലല്ലേ, ഒന്നുമില്ല. ഓക്കെ, അത് വൃത്തി കഴുകിയായിരുന്നു ഞാൻ മുട്ട, എന്നിട്ടാണ് എടുത്തത്. ഇത് രണ്ടാമത്തത് പൊട്ടിച്ചൊഴിക്കുന്നു. ഇനി ഒന്നുകൂടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എന്ത് വേണമെന്ന് ചേർക്കാം, ഏലക്കപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. എനിക്കിതൊന്നും വേണ്ട, ഇവിടെ അതൊന്നും ഇവർ കഴിക്കത്തില്ല. എന്നിട്ട് ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചേർക്കണം. പതുക്കെ ഇളക്കി കൊടുക്കാം, ഈ പാത്രം ആയതുകൊണ്ട് ഇത് വെളിയിൽ ചാടിപ്പോകും. അപ്പോൾ ഞാൻ പാലും മുട്ടയും പഞ്ചസാരയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് മുട്ടയുടെ വെള്ളം കുറച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഇത്രയും മിക്സ് ആക്കിയാൽ മതി. നല്ല മിക്സ് ആക്കാൻ പറ്റൂല, ഇത്രയും മതി. വേണമെങ്കിൽ മിക്സ് ആക്കാം, പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പം ഇനി നമ്മൾ ഒരു പാന്, ഏതെങ്കിലും ഒരു പാന് മതി. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ എടുത്ത്, കാരണം മറ്റത് ഇരുമ്പ് ചട്ടി ആകുമ്പോഴൊരു പാടാണ് ഇളകി വരാനായിട്ട്, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാൻ എടുത്തു, അതിൽ ശകലം നെയ്യ് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഇതിലേക്ക് വേണ്ടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ചൊന്ന് കിട്ടാൻ വേണ്ടി. ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഈ ബ്രെഡിനെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ വയ്ക്കണം. വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കിയാൽ മതി കേട്ടോ. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ബ്രെഡ് പൊളിഞ്ഞു പോണ്. അപ്പോൾ നമുക്കിങ്ങനെ വച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇത് മുട്ടയുടെ ഇതും കാണും, പിന്നെ ബ്രെഡിൻ്റെയും കാണും. നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഇതൊന്ന് റെഡിയായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് നല്ല മൂത്ത് വന്നാലും നമുക്കിങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച കാരണം നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും താഴ്ത്തി വെക്കണം, ഫ്ലെയിം ലോയിലാക്കി വെക്കുക. അപ്പം ഇങ്ങനെ ഡാർക്ക് കളർ ആവത്തില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇത് ഞാൻ ശ്രദ്ധിക്കാതെ ഇതിനെ നമ്മൾ ഹൈ ഫ്ലെയിമിലായിരുന്നു, അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായത്. ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഉണ്ടല്ലോ.
വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. ഇത് കുറച്ചുകൂടെ ആക്കിയിട്ട് എടുക്കുന്നത്, കുറച്ചുകൂടെ മൂക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ പച്ച ഒരു ചുവ വരും. അത് ഇഷ്ടപ്പെടില്ല ചിലർക്ക്, നമുക്കൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ നല്ല മൂപ്പിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പാകമാവുന്നത് വരെ കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്, മൊത്തത്തിൽ മുക്കിയിട്ട്. എന്നിട്ട് കുറച്ചിങ്ങനെ സൈഡിൽ ഒഴിച്ചിരുന്നാൽ, നടുക്കൊഴിക്കണ്ട, സൈഡിൽ ഒഴിച്ച്, അപ്പം ബ്രെഡ് പെട്ടെന്ന് മൂക്കാൻ പറ്റും. നേരത്തെ ഒഴിച്ചത് നടുക്കൂടെ ഞാൻ ഒഴിച്ചത് കൊണ്ട് അതങ്ങനെ വന്നത്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് അപ്പോൾ അടിയിലൊക്കെ നല്ല കളറായി. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് അടിഭാഗം നോക്കാനുണ്ട്. അത് കണ്ട് ഈ വെള്ള കളറിലിരിക്കുന്നതുകൊണ്ട് ഒരു ഇത് അത്രയുള്ളൂ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് കിട്ടത്തില്ല, മുട്ടയും ബ്രെഡും ആണ്. പാലുള്ളതുകൊണ്ട് നല്ല മൊരിയത്തില്ല. പാല് കുറച്ചാണെങ്കിൽ നല്ലതായിട്ട് കിട്ടുവേ. ഇതിപ്പോൾ പാല് കുറയ്ക്കാൻ പറ്റില്ല, എൻ്റെ മക്കൾ കഴിക്കത്തില്ല. അപ്പോൾ അത് മതി, അത് ഓക്കെ ആയിട്ടുണ്ട്. അതിന് നമുക്ക് കോരി വയ്ക്കാം. അപ്പം ഞാൻ ഇനി ഇതിൽ അടുപ്പിൽ ഇത് ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. നേരത്തെ ഒഴിക്കാൻ വിട്ടുപോയി. അപ്പം ഇനി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ അടുത്തത് ഞാൻ മുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതും പിന്നെ ഈ രണ്ടെണ്ണം കൂടെ എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണിക്കും. ഈ കളറാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉള്ളത്. പക്ഷേ എൻ്റെ മോന് അത് മൊരിഞ്ഞിരിക്കണം. പക്ഷേ ഇത് മൊരിഞ്ഞൊന്നും കിട്ടില്ല, കാരണം പാല് കൂടുതൽ ഒഴിക്കുമ്പോൾ അത് മൊരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇത് പാകമായി. അപ്പം ഞാനത് ഇതിലേക്ക് മാറ്റി വയ്ക്കണേ. നെയ്യ് ഒഴിക്കണം. അപ്പോൾ ഇത് അഞ്ചാമത്തതാണ്. അഞ്ചാമത്തതും പാചകം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ കണ്ടല്ലോ, ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ എളുപ്പമാണ്. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ വൈകിട്ട് നല്ലൊരു ഫുഡാണിത്. ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.